ഹായ്, ഇന്ത്യയിലെ എന്നല്ല വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഫിറ്റ്നസ് ഉള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് വിരാട് കോഹ്ലി. പക്ഷേ വിരാട് കോഹ്ലി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിക്ക് ചെറിയ ബോൺ ഇഷ്യൂസ് ഉണ്ടായി, അതുകൊണ്ട് വിരാട് കോഹ്ലി വെജിറ്റേറിയനിലേക്ക് മാറി. അദ്ദേഹം കഴിച്ച മീറ്റാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബോൺ ഇഷ്യൂ ഉണ്ടായെന്ന് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതിനെപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. So why vegetarian? Vegetarian because it was connected to a health issue. I got issue in my neck. So my cervical spine had a couple of bulges coming out. They're hitting a nerve which went down my arm and I was getting really bad pain. I couldn't sleep for even 10-15 minutes at night in one position. I just have to wake up constantly. From this guy I know who does a lot of acupuncture treatments and stuff like that. So he told me that my stomach became so acidic that the calcium from my bones was being pulled out to make the stomach alkaline. So your stomach needs to be alkaline to function properly. If it's too acidic, it just messes up your whole system. So he said you need to change your diet. You need to make your diet less meat based, and then I changed my whole diet from there. So yeah, I just changed my whole diet overnight and I'm so glad that I did. It's the best decision I ever. ഈ വീഡിയോ കണ്ട പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാവരും തന്നെ വളരെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കാര്യം ഏറ്റവും നല്ലത് ആനിമൽ പ്രോട്ടീൻ കഴിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫിറ്റ്നസ് ഫ്രീക്കായ ഇന്ത്യയുടെ തന്നെ ഐക്കണായിട്ടുള്ള വിരാട് കോഹ്ലി പറയുന്നു അദ്ദേഹം മീറ്റ് ഒരുപാട് കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോണിൽ നിന്ന് ക്യാച്ച് നഷ്ടപ്പെട്ടുവെന്ന്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇങ്ങനെ മീറ്റ് ധാരാളം കഴിച്ചാൽ നിങ്ങളുടെ ബോണിൽ നിന്ന് ക്യാച്ച് നഷ്ടപ്പെടുമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആനിമൽ മീറ്റിൽ പ്രധാനമായും റെഡ് മീറ്റിൽ സൾഫർ ബേസ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണുള്ളത്. അതിൽ ചിലതാണ് മെഥയോനും സിസ്റ്റീനും. ഈ പറഞ്ഞവ നമ്മുടെ ഡൈജഷൻ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ ബോഡിക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഒരുപാട് ആസിഡ് വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബോഡിയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 7.35 to 7.45 ഇടയിലാണ്. ഇത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, ഈ വന്ന ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ആൽക്കലൈൻ ലൈക്ക് മിനറൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കാൻ നോക്കും, ലൈക്ക് കാൽഷ്യം. ഇഫ് യുവർ ബോഡി ഡസൻറ്റ് ഹാവ് ദാറ്റ് മച്ച് ഓഫ് കാൽഷ്യം ഇൻ യുവർ ഫുഡ്, നമുക്ക് അത്രത്തോളം കാൽഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ ബോഡിക്ക് കാൽഷ്യം കൂടുതലായിട്ടുള്ളത് നമ്മുടെ ബോണുകളിലാണ്. സോ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമുള്ള കാൽഷ്യം നമ്മുടെ ബോണിൽ നിന്ന് നമ്മുടെ ബോഡി എടുക്കുന്നു. നമ്മുടെ ബോഡി ഈ എടുത്ത കാൽഷ്യം കൊണ്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്തതിനു ശേഷം ഈ കാൽഷ്യത്തിനെ യൂറിനിൽ കൂടി പുറത്തേക്ക് കളയുന്നു. ദാറ്റ് മീൻസ് മോർ ആസിഡ് ഈസ് ഈക്വൽ ടു മോർ കാൽഷ്യം ലോസ്. അതായത് നിങ്ങളുടെ ബോഡി കൂടുതൽ അസിഡിക് ആവുന്നതനുസരിച്ച് നിങ്ങളുടെ ബോഡിയിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാൽഷ്യം നിങ്ങൾ ഫുഡിൽ നിന്നോ സപ്ലിമെൻറ്റിൽ നിന്നോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം ലോസ് ഉണ്ടാവും. ഇത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വലിയ രീതിയിലുള്ള വീക്ക് ബോൺ ഡിസീസിലേക്കായിരിക്കും. അതാണ് വിരാട് കോഹ്ലി ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന് സെർവിക്കൽ ഏരിയയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൈ നിവർത്താൻ പാടുണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ രാത്രി കിടക്കാൻ ഒരു 10 മിനിറ്റ് പോലും 15 മിനിറ്റ് പോലും ഒരേ പൊസിഷനിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാത്തത്രയും വേദന വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫുഡുകളും അമിതമായി നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പല വീഡിയോസിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ വലിയൊരു മീറ്റ് ഈറ്റർ ആയിരുന്നു എന്നുള്ളത്. ഓഫ് കോഴ്സ് മീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല എല്ലാ അമിനോ ആസിഡ്സും കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബെറ്റർ ഫോം ഓഫ് പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഏതൊരു വൈറ്റമിൻ ആയിക്കോട്ടെ, ഏതൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആയിക്കോട്ടെ, ഏതൊരു മാക്രോ ന്യൂട്രിയൻ്റ് ആയിക്കോട്ടെ, എന്തായിരുന്നാലും നമ്മളെ ബോഡിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, അദ്ദേഹം പറഞ്ഞപോലെ അദ്ദേഹം ഒരു വലിയ ഒരു മീറ്റ് ഈറ്റർ ആയിരുന്നു, അതുപോലെ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടായേക്കാം. സോ ദിസ് ഈസ് വിരാട് കോഹ്ലി ഈസ് എ റിയൽ ഫിറ്റ്നസ് ലെസൺ ഫോർ ആൾ ഓഫ് അസ്. ഇത്തരത്തിലുള്ള ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത എന്നാൽ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഫിറ്റ്നസ് വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കാം. ഉറപ്പായും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോയ്ക്ക് താഴെ വേണമെങ്കിലും കമൻറ്റായി ചോദിക്കാം. ഞാൻ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചെയ്ത ഈ കണ്ടൻറ്റും എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്ന ഒരു ഡൗട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. രാജേഷ് കെ മോഹൻ സൈനിങ്.